എന്തായാലും ഞാനൊരു കാര്യം ഇവിടെ സമ്മതിക്കുകയാണ്. കാരണം ഇവിടെ എന്നെക്കാൾ കൂടുതൽ മതം അറിയുന്ന ആളാണ് അബ്ദുള്ള, ഞാനും സമ്മതിച്ചായിരുന്നു. പക്ഷെ ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന പറയുന്ന കാര്യം എന്താണ്? ഇതാ അതെ, ഇത് ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ലളിതമായ സംഗതിയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അള്ളാഹു ഖുറാനിൽ കൂടെ പഠിപ്പിക്കും. അപ്പം അങ്ങനെ ലളിതമായ സാധനമാണെന്നുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് മനസ്സിലായത്. അതല്ല, ഇനി അബ്ദുള്ള സമ്മതിക്കട്ടെ, ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്, അറബി അറിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്നൊരു വാദം അബ്ദുള്ളക്ക് ഉണ്ടെങ്കിൽ അത് അള്ളാഹും അബ്ദുള്ളയും കൂടി തീരുമാനമായിക്കോട്ടെ. കാരണം ഖുറാനിൽ പറയുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട്, എനിക്ക് അങ്ങനെ മനസ്സിലായതാണ്. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധി പഠിച്ചോൻ തന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ പഠിച്ചോ, നിങ്ങളായിട്ട് ആയിക്കോളൂ. ബുദ്ധി തന്നു താങ്കൾ തെറ്റിദ്ധാരണ. ബുദ്ധി തന്നില്ല, ബുദ്ധി തന്നിട്ടില്ല. ശരി ശരി, ഓക്കെ, പറയട്ടെ. ഇനി നമ്മളിവിടെ പറയുന്നത്, ഇവിടെ ഈ പറയുന്ന സംഗതി ഇദ്ദേഹം പറയുന്നു യുദ്ധ സന്ദർഭത്തിലല്ലാതെ ഒരു കാര്യവും ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന്. ഒന്നാമത്തെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെ പറയുന്നത്, എനിക്ക് ഇന്ന് ഇദ്ദേഹത്തോട് തർക്കിക്കാനുള്ള ഒരു മൂഡില്ല. കാരണം ഇദ്ദേഹം വളരെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അതിന്റെ ആ ഗുണത്തെ റദ്ദ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകണമെന്ന് ഞാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമില്ല. ഇങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ്. ഇപ്പൊ ഞാൻ ഈ ഒസാമ ബിൻ ലാദന്റെ മയ്യത്ത് നിസ്കരിക്കുന്ന കാര്യം പറഞ്ഞ് ഇന്നിപ്പോ അങ്ങനെ ഒരു മയ്യത്ത് നിസ്കാരം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ അങ്ങനെയുള്ള തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയെ കൊണ്ട് ഞാൻ കത്ത് എഴുതിപ്പിച്ചു. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ തീവ്രവാദിയെ തള്ളി പറയിപ്പിച്ചു. അതിവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ മതി. കുറച്ചു കാലം കഴിയുമ്പോൾ യഹിയ സിൻവറിനെ പോലെയുള്ള തീവ്രവാദികളെ ഞങ്ങളും ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ കേരള സമൂഹം എത്തും കുറച്ച് കഴിയുമ്പോൾ. ഇതാണ് എൻ്റെ ലക്ഷ്യം. അതേപോലെ എത്തുന്ന ഒരു അവസ്ഥ അത് അബ്ദുള്ള എത്തിയാലും ശരി, നമുക്കത് അനുമോദിക്കേണ്ട കാര്യമാണെന്നാണ് ഞാൻ പറയാം. അതുകൊണ്ട് ഞാനിവിടെ തർക്കിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇദ്ദേഹം പറയുന്നു ഇതൊക്കെ തെറ്റാണ്, ഞാൻ നുണ പറയുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. ഞാൻ അപ്പോഴും പറയാണ്, ഈ ലോകത്തെ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എല്ലാ വർഷവും അവർ ഇറക്കുന്നുണ്ട്. അതിനകത്ത് ആ ടെററിസ്റ്റ് ഇൻഡെക്സിൽ നിങ്ങൾ കാണുന്ന തീവ്രവാദ സംഘങ്ങളുടെ പേര് നിങ്ങൾ എടുക്കുക. ലോകത്ത് നടക്കുന്ന തീവ്രവാദ സംഘങ്ങൾ പ്രധാനമായിട്ട് 4 വിഭാഗങ്ങളിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ഐഡിയോളജിയുടെ ബേസിസിലുള്ള തീവ്രവാദം. 2, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം. 3, ഈ സെപ്പറേറ്റിസം, ഇതുപോലുള്ള സാധനങ്ങൾ. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത്. പിന്നെ ക്രിസ്ത്യൻ കുറച്ച് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ. ഇവിടെ എവിടെ ഹിന്ദു തീവ്രവാദം ഒന്നും എവിടെയും എടുത്ത് പറയുന്ന പോലുമില്ല. ഇനി ഇതിനകത്ത് ഈ ഏറ്റവും കൂടുതൽ 75% ആളുകളും നേരിടുന്ന തീവ്രവാദം ഏതാ? അത് ഇസ്ലാമിക് ടെററാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളത് വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന എല്ലാ തീവ്രവാദ സംഘടനകൾ, ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന ഒരേ കാര്യമാണ്. അവർ ഫോളോ ചെയ്യുന്ന എന്താണ്? ജിഹാദാണ്. അവർ ലക്ഷ്യം വെക്കുന്ന എന്താണ്? കാഫറുകളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിക രാജ്യം സംസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് ഓരോ സ്ഥലത്ത് അവർ പേരിടുന്നു. നൈജീരിയയിൽ പറഞ്ഞു അത് ഗോത്ര സംഘർഷമാണെന്നാ. ഗോത്ര സംഘർഷമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് മതം മാറ്റുന്നത്? എന്തിനാണ് അവിടെ ഈ പറയുന്ന ക്രിസ്ത്യാനികളെ പിടിച്ചു വെട്ടിക്കൊല്ലുന്നത്? എന്തിനാണ്? നമ്മൾ കണ്ടു, മാസ് മറ്റേ ഗ്രേവിയാർഡാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അതിന്റെ പേരിൽ അവിടെ ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മതം തന്നെയാണ് അതിനകത്ത് കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ്. ഒരു കാഫിറിന്റെ ഒരു കോളനി നിങ്ങളൊരു ഗോത്രം പിടിച്ചടക്കാൻ ചെല്ലുമ്പോൾ 3 ഓപ്ഷൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. 1, മതം മാറുക. 2, ഈ പറയുന്ന ദിമ്മികളായിട്ട് ഈ ജിസിയ കൊടുത്ത് കീഴടങ്ങുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടുക. ഈ 3 ഓപ്ഷൻസ്, 3 ഗുഡ് ഓപ്ഷൻസ് ഇതാണ് അവർക്ക് കൊടുക്കുന്നത്. ഇനി ഇത് എല്ലായിടത്തും നടത്തുന്നത് അതായത് ജിസിയ എന്ന് പറഞ്ഞാൽ ഈ മതനികുതി എന്ന പരിഭാഷ തെറ്റാ. അതായത് ഒരു ഇസ്ലാമിക ഭരണ രാജ്യത്ത്, ഉദാഹരണമായിട്ട് ഇന്ത്യ തന്നെ ഔറംഗസീബ് ഭരിക്കുന്ന കാലത്ത്, അന്ന് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. പകരം അവർ യുദ്ധനികുതി, അതാണ് ജിസിയ. യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് പകരം കൊടുക്കുന്ന നികുതിക്കാണ് ജിസിയ എന്ന് പറയുക. അതൊക്കെ ഇംഗ്ലീഷുകാർ ട്രാൻസ്ലേഷനകത്ത് മതനികുതി എന്ന് പറഞ്ഞിട്ട് എഴുതി തെറ്റാ. അത് തിരുത്തുന്നത് നല്ലതാണ്. അത് മാത്രമേ ചെയ്തുള്ളൂ. അതല്ല, ഞാനാണെങ്കിലും അതാ ചെയ്യാം. ഞാനാണെങ്കിലും മതനികുതി പൈസ കൊടുത്ത് കണ്ട് യുദ്ധത്തിന് പോക്കും എനിക്കാവില്ല, വെട്ടുള്ളവർ. പറഞ്ഞോ. വളരെ നല്ല കാര്യമാണ്. അത് ഓർമ്മിപ്പിച്ചാൽ നന്നായി. കാരണം വെട്ടുകൊള്ളാൻ കൊള്ളൂല എന്ന് പറയുമ്പോൾ ആരാണ് വെട്ടാൻ വരുന്നത് കൂടി പറയണം. അത് മുസ്ലിങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് മുസ്ലിങ്ങൾ വന്ന് ആക്രമിക്കുമ്പോൾ മുസ്ലിങ്ങളെ വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന ഹിന്ദുക്കൾ കൊടുക്കുന്ന കൊടുക്കുന്നത്. അപ്പൊ പിന്നെ മുസ്ലിങ്ങളല്ലേ വെട്ടുന്നത്? ഇന്ന് ഞാൻ തർക്കിക്കാനില്ല നിങ്ങളോട്. അപ്പൊ നിങ്ങൾ മിനിമം ചെയ്യേണ്ട സ്വന്തം മൂട്ടിൽ വെടിവെക്കാതിരിക്കാന്നുള്ളതാണ്. പ്ലീസ്. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധി അധികം ഉണ്ടല്ലോ എന്നെക്കാളും. അത് നിങ്ങളൊന്ന് ഉപയോഗിക്കൂ പ്ലീസ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കും.
നമുക്ക് ഓക്കേ. പ്രത്യാശയോടെ നോക്കിക്കാണാം കേട്ടോ. സമ്മതിച്ചു. ഇനി അടുത്തത് ഈ പറയുന്ന മുസ്ലിങ്ങളുടെ വെട്ടുകൊള്ളായിരിക്കാനാണെന്ന് പറയുന്ന പോലെ തന്നെ അടുത്തത് എന്താണ്? സക്കാത്തും ജിസിയയും ഇത് തമ്മിൽ വെച്ചിട്ട് ഇവിടെ ഈ ഒരു മുസ്ലിങ്ങളുടെ വെട്ടുകൊള്ളാക്കാൻ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കൂ പ്ലീസ്. ഓക്കെ, ഇനി അതിന്റെ അർത്ഥം എന്താണ്? ജിസിയ എന്ന് മുസ്ലിങ്ങളുടെ വെട്ടുകൊള്ളാന്നല്ല ഞാൻ പറയുന്നത് പറഞ്ഞേ. ശരി. ആരാ വെട്ടാൻ വരുന്നത്? പറയട്ടെ പ്ലീസ്. ആരാണ് വെട്ടാൻ വരിക? മുസ്ലിങ്ങളാണ് വെട്ടാൻ വരിക. അവർക്ക് കൊടുക്കുന്ന നികുതി തന്നെയാണ്. ഒന്ന് അടങ്ങൂ പ്ലീസ്. ഇനി അടുത്തത് ഞാൻ ഒന്ന് പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നല്ലോ. ഓക്കെ, നിങ്ങൾക്ക് എന്നെക്കാളും ബുദ്ധിയുള്ളതല്ലേ? അതൊന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് മാന്യമായിട്ട് ഇരിക്കും പ്ലീസ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഈ പറയുന്ന സാധനം എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഈ ജിസിയ കൊടുക്കുന്ന ആളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണ്? അവിടെ സബ്ഡ്യൂ ചെയ്യപ്പെടുന്നു, അത് കീഴൊതുങ്ങുന്ന ഒരാളുടെ ഒരു ചിന്ത, ഒരു ബോധമാണ് അയാൾക്ക് വരേണ്ടത്. ഖുറാനിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു ബോധമാണ് വരേണ്ടത്. എന്ന് വെച്ചാൽ ഈ ജിസിയ കൊടുത്ത് ഇതുപോലെ നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ മതം മാറി മുസ്ലിമായി ഈ പറയുന്ന സക്കാത്ത് കൊടുക്കുന്ന ഒരു ആളായിട്ട് മാറുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് നിരന്തരം തോന്നിക്കൊണ്ടിരിക്കണം. ഇതാണ് ഈ ജിസിയ കൊണ്ടുള്ള ഉദ്ദേശം തന്നെ. അത് കൊടുക്കുന്ന വേളയിൽ ഈ പറയുന്ന ആളുകളെ തുപ്പുന്നതിനെ കുറിച്ചും അതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ ശരി, ഖുറാനിൽ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് സമാധാനിക്കും. ആരിഫ് ഹുസൈൻ ഫോളോ ചെയ്യുന്ന ഖുറാൻ രണ്ടും ഒന്നാണോ? ആരിഫ് ഹുസൈൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇദ്ദേഹം ഇവിടെ ഖുറാൻ ഇസ്ലാമിലെ സോഴ്സ് എന്ന് പറയുന്ന ഖുറാൻ മാത്രമല്ല, ഖുറാനുണ്ട്, ഹദീസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഇജ്മാ, ഖിയാസ്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇസ്ലാം ആവുന്നത്. ഇദ്ദേഹം ഖുറാൻ എന്ന് പറഞ്ഞ ആളെ പറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നു, ഈ ജിഹാദ് സംബന്ധിച്ചിട്ട് ഹദീസിൽ എന്താ എഴുതി? ഞാനിവിടെ ഒരു ഹദീസ് വായിച്ചു. An infidel and the one who killed him will never be brought together in hell. The meaning is probably that one who kills an infidel in the course of jihad will on that account have his sins forgiven and will therefore not go to hell where the infidel inevitably goes. അതായത് ഒരു ജിഹാദിന്റെ വേളയിൽ ഒരു കാഫിറിനെ ഒരു മുസ്ലിം കൊന്നാൽ ആ രണ്ടുപേരെ ഒരുമിച്ച് നരകത്തിൽ കൊണ്ടുവെക്കില്ല. ഇതാരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. സഹീഹ് മുസ്ലിം 1891A ഹദീസ് പോയിരുന്നു വായിക്കാം. ഇനി ഇത് കൂടാതെ ഈ ഖുറാൻ തന്നെ നിങ്ങളെടുത്ത് വായിക്കാം. ഇവിടെ യുദ്ധ സന്ദർഭത്തിലാണ് പറഞ്ഞത്. 8:39 എന്താ പറയുന്നത്? ഫൈറ്റ് അഗെയിൻസ്റ്റ് ദം അൻടിൽ ദർ ഇസ് നോ മോർ പെർസിക്യൂഷൻ ആൻഡ് യുവർ ഡിവോഷൻ വിൽ ബി എൻറ്റയർലി ടു അല്ലാഹ്. അതായത് മതം മുഴുവൻ, ദീൻ മുഴുവൻ അള്ളാഹുവിന് ആകുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് എഴുതിയത്. വഖാതിലൂഹും എന്ന് തന്നെയാണ് എഴുതിയത്. യുദ്ധം എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങോട്ട് യുദ്ധം ചെയ്ത് അങ്ങോട്ട് പോകാന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി 9:5 അവിടെ പറയുന്നത്, but once the sacred months have passed, kill the polytheists who violated the treaties, wherever you find them, capture them, besiege them and lie in wait for them. അതായത് ഈ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പതിയിരിക്കുകയും ഈ പറയുന്ന ബഹുദൈവ ആരാധകരെ അവർക്ക് വേണ്ടി പതിയിരിക്കുകയും അവരെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുകയും ചെയ്യുക എന്ന് പറയും. ഇത് ഏത് യുദ്ധ സന്ദർഭത്തിലാന്ന് പറയാം. ഞാൻ കലിമയല്ലും, ഞാൻ അബ്ദുള്ളക്ക് പറഞ്ഞു തരുന്ന ഒരു വെല്ലുവിളിയാണ്. ഇത് ഏത് യുദ്ധ സന്ദർഭത്തിലാന്ന് ഇപ്പൊ എനിക്ക് പറഞ്ഞു തന്നാൽ 9:5. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അബ്ദുള്ളയും ഈ തീവ്രവാദികളും വായിക്കുന്ന ഖുറാൻ ഒന്ന് തന്നെയാണ്, ഈ ഹദീസുകൾ ഒന്ന് തന്നെയാണ്, ഈ പറയുന്ന എല്ലാ സാധനവും ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം? അബ്ദുള്ള കുറച്ചും കൂടി നമ്മുടെ നാട്ടിലേക്ക് ജീവിക്കണ്ടേ? ഇവിടെ എല്ലാം എടുത്ത് വിളിച്ചു കൂപ്പി പറഞ്ഞ ഇച്ചിരി കുഴപ്പമാവുമെന്നുള്ളതുകൊണ്ട് അതിനൊന്ന് നേർപ്പിച്ച് വെള്ളമടിച്ചടിക്കുന്നു. എന്നാൽ തീവ്രവാദികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർ ഈ പറയുന്ന ചില വലിയ ലക്ഷ്യങ്ങളുള്ളതുകൊണ്ട്, വേദന കുറയ്ക്കണം എന്നുള്ള ലക്ഷ്യം അവർക്കുള്ളത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ലക്ഷ്യം അവർക്കുള്ളതുകൊണ്ട്, ഹൂറികളെ കിട്ടണമെന്നുള്ള ഒരു ആഡഡ് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് അവർ വെള്ളം അടിക്കില്ല, വെള്ളം ചേർക്കാതെ തന്നെ അടിക്കും എന്നതാണ് ഇപ്പൊ നമുക്കിവിടെ ഇങ്ങനെ പറയാനുള്ള സംഗതി പറയുന്നു. ഇവരുടെ എല്ലാവരുടെയും അഡ്രസ്സും എല്ലാ ഡീറ്റെയിലും വണ്ടിക്കൂലി ഞാൻ തരാം. നിങ്ങൾ അവരെ പോയി ഉപദേശിച്ചിട്ട് ഈ പൊട്ടല് നിങ്ങൾ തീർത്തു തരണം. അതാ വേണ്ടത്. അല്ലാതെ തീർത്തല്ല വേണ്ടത്. നിങ്ങൾ അവരെ പോയി തീർത്തു. ഗസ്വ തെറ്റാണെന്ന് അവർ പറഞ്ഞ് ബോധിപ്പിക്കും. ഈ പറയുന്ന വെട്ടിക്കൊല്ലുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ തീവ്രവാദികളെ പറഞ്ഞു തരുന്നു. നിങ്ങൾ കൊണ്ട് പറ്റുന്നത് ഇല്ല, ഈ ലോകത്താർക്കും പറ്റിയിട്ടില്ല. ഒരു മിനിറ്റ് പറഞ്ഞോ. അതായത് ഞാൻ പറയാം, എനിക്ക് അതായത് ഒരു 83 വയസ്സുള്ള ഒരാളുടെ ഓർമ്മശക്തി നിങ്ങളത് നല്ലോണം പരിഗണിക്കണം. എനിക്ക് 83 വയസ്സാണ്. അപ്പോൾ ഞാനത് ഇതിലിടയിൽ കടന്നുകൊണ്ട് ഞാൻ മറുപടി പറയട്ടെ അല്ലെ എന്നോട് അത് മറന്നോ പോയിന്റ് എന്നാണ് ഈ പറഞ്ഞത്. സൂറത്തുൽ അംഫാൽ എന്ന് പറയും. അതായത് യുദ്ധം നടന്നില്ല, യുദ്ധമല്ലാതെ തന്നെ ശത്രു കീഴടങ്ങി. ഹൈബർ ഉദാഹരണം കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് വാരിക്കൂട്ടുന്ന സ്വത്തുണ്ട്. ആ സ്വത്ത് യുദ്ധഭടന്മാർക്കിടയിൽ വിഭജിക്കുന്നിടത്താണ് ഈ പറഞ്ഞതായ വചനം. അതായത് നിങ്ങൾ ഇത് മുഴുവൻ നിങ്ങൾക്കാവുന്നവരെ
എന്ത് 9-5 യുദ്ധ സന്ദർഭത്തിലാണെന്ന് പറയും. ആയിക്കോട്ടെ, ഇത് ഈ സന്ദർഭത്തിലുണ്ട്. കാത്തിലുഹും ഫിത്തന, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യും. പറയട്ടെ, നിങ്ങൾ ഇടയെ കടക്കുകയും ചെയ്യാ, അയാളോട് നിങ്ങൾക്ക് പ്ലീസും ഇല്ല, നിങ്ങളുടെ കൂടെ കുറിക്കാൻ താങ്കളോട് വലിയ ഞങ്ങളൊന്നും ഉണ്ടായിരിക്കേ. ഭയങ്കര അപ്പൊ ഇവരോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കുല്ലൂലില്ല, ഈ മതം, ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കരുത്, നിങ്ങളത് ഇസ്ലാമിന് പൂർണ്ണമായ വിജയം കഴിയുന്നവരെ അവിടെ ആ യുദ്ധം തുടരണം എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. അല്ല ലോകത്ത് മുഴുവനും നിങ്ങൾ വെട്ടി ഇതാക്കി നിരത്തി ഇസ്ലാമിനതാക്കണം എന്നിടത്തല്ല അതിനത് ഖൈബറ സംഭവം. അത്രയും അതിനെ പറ്റി പറയാനുള്ളൂ. ആ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ടാണ്. 9-5 പറഞ്ഞില്ല, ഏത് യുദ്ധത്തിലെന്ന് പറഞ്ഞില്ല, അത് പറയില്ല, അത് യുദ്ധസന്ദർഭത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് 9-5 ഏത് യുദ്ധ സന്ദർഭത്തിലാന്ന് പറയൂ അബ്ദുള്ള. 9-5 ഏത് യുദ്ധ സന്ദർഭത്തിൽ? 9-5 വായിക്ക്. അത് പറയില്ല. ഞാൻ നമ്പർ ഓർത്തുകൊണ്ടല്ലേ, ഞാൻ കാണാതെ ചെല്ലല. പറയുന്നത് കേൾക്ക്. ഞാൻ 9-5 ഞാൻ 8-5 8-9 എനിക്കല്ല ഖുർആൻ പഠിച്ചേ. ഞാൻ പഠിച്ചത് യുദ്ധ സന്ദർഭം നിങ്ങൾക്ക് എന്നെക്കാളും അറിയാലോ. 9-5 നിങ്ങൾക്ക് ഓർമ്മ വേണം. ഞാൻ സന്ദർഭം പറയാം. 9-5 പറഞ്ഞതിന് പകരം ഇങ്ങോട്ട് പറഞ്ഞ് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പറയും. പറയാൻ സമ്മതിക്കൂല, എനിക്കറിയാം. പറഞ്ഞാൽ തോറ്റു, പറയാൻ സമ്മതിക്കൂല. അതായത് വചനങ്ങൾ ഒന്നും ഉണ്ടായിരിക്കേ. ഖുർആന് 9-5 10-5 എന്ന് പറയുന്നത് നടക്കലല്ല. ഞങ്ങൾ ഖുർആൻ കാണാതെ പഠിക്കല. ആ വാചകത്തിന് തല തുടങ്ങിയാലാണ് ഞാൻ പറയുന്നത്. 8-5 8-10 12 ഞങ്ങൾ ഖുർആൻ പഠിക്കാം. ആ വാചകം താങ്കൾ അതിന് ആദ്യത്തെ വാചകം അറബി വായിക്കാൻ അറിയില്ല. വായിക്കില്ല, കാരണം അറബി വായിക്കാൻ ഒരു നിർബന്ധം ഒരു അള്ളാഹുവിനുണ്ടെങ്കിൽ അള്ളാഹു ഒരു തോൽവിയാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് അറബി അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. അതെന്താ നിങ്ങൾക്ക് അത് പറയുന്നത്? നിങ്ങൾ അവിടെ ഇസ്ലാമിനെ നമുക്ക് തൽക്കാലം